ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകൾക്കായുള്ള നയതന്ത്ര നീക്കങ്ങളൊക്കെ തുടരുന്നതിനിടയിലായിരുന്നു US നേവിയുടെ എബ്രഹാം ലിങ്കൺ കപ്പൽ. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ ഇറാന്റെ തൊട്ടടുത്ത് തന്നെ ഈ കപ്പലുണ്ട്. അതിന് സമീപമെത്തിയ ഡ്രോണിനെയാണ് US മിലിറ്ററി തകർത്തത്. ഇറാന്റെ പക്കൽ ലോകത്തെ തന്നെ അത്യാധുനിക ഡ്രോണുകളുണ്ട്. അതിലെ ഈ ഷഹദ് 139 ഡ്രോൺ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടന്നത്. ഈ ഡ്രോണാണ് F-35 പോർവിമാനം ഉപയോഗിച്ച് അമേരിക്ക തകർത്തത്. തങ്ങളുടെ ഒരു ഡ്രോണുമായിട്ടുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതായിട്ട് പിന്നീട് ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുമുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ ഒരുപക്ഷെ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ള ആശങ്കയിലായിരിക്കാം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലും ഇറാൻ ഇന്നലെ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. അതായത് അമേരിക്കൻ പതാക വഹിച്ചുള്ള ഒരു ചരക്ക് കപ്പൽ വരുന്നുണ്ടായിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് സേന ഇത് തടയാൻ ശ്രമിച്ചു. സ്പീഡ് ബോട്ടുകൾ ഉണ്ടായിരുന്നു, ഡ്രോണുകൾ ഉണ്ടായിരുന്നു. ഇവയൊക്കെ ഉപയോഗിച്ച് ഈ ചരക്ക് കപ്പലിനെ വളഞ്ഞ ഇറാൻ സേന ഈ കപ്പൽ നിർത്തിക്കാനും അതുപോലെ തന്നെ ഇതിൽ കയറുവാനും ഒക്കെ ശ്രമിച്ചതായിട്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ കപ്പൽ പിന്നീട് സ്പീഡ് കൂട്ടി ഇവിടെ നിന്ന് മാറുകയായിരുന്നു. അതേസമയം ഒരു വശത്ത് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടാതിരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ പുതിയ നിബന്ധനകളുമായിട്ട് വന്നിരിക്കുകയാണ്. തുർക്കിയിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ ചർച്ചകൾ. അത് ഒമാനിലേക്ക് മാറ്റണമെന്നാണ് ഇറാന്റെ പുതിയ ഡിമാൻഡ്. അത് മാത്രമല്ല, മറ്റ് പ്രാദേശിക പ്രശ്നങ്ങൾ, അതുപോലെ മിസൈൽ സാങ്കേതിക വിദ്യ, ഇതൊന്നും ചർച്ച ചെയ്യാതെ എല്ലാ വിഷയങ്ങളും ആണവ വിഷയങ്ങളിൽ മാത്രം സെൻട്രലൈസ്ഡ് ചെയ്യിപ്പിക്കണമെന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇറാൻ. എന്നാൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾ, നമുക്കറിയാം ഹമാസ്, ഹൂത്തി പോലുള്ള അവരുടെയും പ്രവർത്തനങ്ങളും അതുപോലെ മിസൈൽ പരീക്ഷണങ്ങളും ഒക്കെ ചർച്ചയുടെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് US-ന്റെ ഡിമാൻഡ്. ട്രംപിന്റെ വിശ്വസ്തനായിട്ടുള്ള അദ്ദേഹത്തിന്റെ മരുമകൻ ജാഡ് കുഷ്ണറും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ഇവർ രണ്ടുപേരുമാണ് ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ഇടപെട്ടത്. പിന്നീട് പുടിനുമായിട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നതും ഇവരാണ്. ഇവരെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചകൾക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുമായിട്ടാണ് ഈ ചർച്ചകൾ നടക്കുക. നേരത്തെ പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ ഈജിപ്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റ് രാജ്യങ്ങളെയൊക്കെ ഒഴിവാക്കി അമേരിക്കയിൽ മാത്രമായിട്ടുള്ള ബൈലാറ്ററൽ ചർച്ചകൾ മാത്രം മതി എന്നാണ് ഇപ്പോൾ ഇറാൻ പുതുതായിട്ട് ഡിമാൻഡ് വെച്ചിരിക്കുന്നത്. അതേസമയം ഇറാനുമായിട്ട് ഒരു ധാരണയിൽ എത്തുവാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയും കാര്യങ്ങൾ വഷളാകുമെന്നുള്ള മുന്നറിയിപ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുകയും ചെയ്തിട്ടുണ്ട്.